everyone, Assalamu alaikum. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ട്രെസ്ലെച്ചസ് കേക്കാണ്. ഇത് വളരെ മോസ്റ്റും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഇത് നമ്മൾ 3 തരം പാലാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിനു മുമ്പ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു 50 ഗ്രാം ബട്ടർ എടുക്കുക. റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്ത് കിട്ടും. ഇതിലേക്കൊരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ബട്ടറും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് 2 മുട്ടയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. അത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ അരിച്ചെടുക്കാം. ഇനി ഈ പൗഡർ നമ്മുടെ ബാറ്ററിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇത് മിൽക്ക് കേക്ക് ആയതുകൊണ്ട് പാലിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി കയറി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് പാലും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ കുക്കറാണ് യൂസ് ചെയ്യുന്നത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ബാറ്ററൊക്കെ കുക്കറിലേക്ക് ഒഴിച്ചതിന് ശേഷം പഴയ ഇതുപോലത്തെ ഒരു തവ പ്രീഹീറ്റ് ചെയ്തെടുക്കുക. പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കർ വിസിലില്ലാതെ ഒരു 20 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്കാവുന്ന നേരം കൊണ്ട് നമുക്കിതിൻ്റെ മിൽക്ക് സിറപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/2 കപ്പ് കണ്ടൻസ് മിൽക്കാണ്. പിന്നെ ഒരു 1/2 കപ്പ് നോർമൽ മിൽക്കാണ് വേണ്ടത്. അപ്പോൾ ഈ 3 എണ്ണത്തിൻ്റെ മിക്സാണ് നമ്മൾ ട്രെസ്ലെച്ചസ് കേക്കിൻ്റെ മിൽക്ക് സിറപ്പ് എന്ന് പറയുന്നത്. നല്ലപോലെ നമുക്ക് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മളുടെ കേക്ക് നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ഫോക്കോ സ്ക്യൂറോ യൂസ് ചെയ്തിട്ട് നമ്മൾ കേക്കിൽ നല്ലപോലെ കുത്തി കൊടുക്കുക. നമ്മൾ കുത്തി കൊടുക്കുന്നത് നമ്മുടെ മിൽക്ക് സിറപ്പ് ഒഴിച്ചതിന് ശേഷം അത് നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് പകുതി മിൽക്ക് സിറപ്പേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ബാക്കി പകുതി നമുക്ക് കേക്ക് കഴിക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ മിൽക്ക് സിറപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കേക്ക് ഒരു 1 മണിക്കൂർ സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമ്മൾക്ക് ഇതിൻ്റെ വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കുക. അതിന് മുമ്പ് അതിൻ്റെ ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡും 1 മണിക്കൂർ ഫ്രീസറിൽ തണുപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ലോ സ്പീഡിൽ നിന്ന് ഹൈ സ്പീഡിലേക്ക് ഇട്ടിട്ട് നല്ല സ്റ്റിഫ് പീക്ക് ആവുന്ന വരെ നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സ്റ്റിഫ് പീക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ കേക്കിൽ ചെറുതായിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഡിസൈൻ ചെയ്യണമെന്നൊന്നുമില്ല, വെറുതെ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി.
ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് പിസ്താഷ്യോ കട്ട് ചെയ്തതും അതുപോലെ തന്നെ റോസ് പെറ്റലും കൂടി ഇട്ടിട്ട് ഒന്നും ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഇത് ജസ്റ്റ് ഓപ്ഷനാണ്, വെറുതെ ഭംഗിക്ക് വേണ്ടി മാത്രം ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ട്രെസ്ലെച്ചസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട കേക്കാണ്, കാരണം നല്ല ഈസിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. മിൽക്ക് സിറപ്പിൽ സോക്ക് ചെയ്ത കേക്ക് കാരണം നല്ല മോയ്സ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം പറയാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.